നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ എതിരാളികളെ തച്ചു തകർക്കുന്ന ജോസഫ് വിജയിയാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. DMK അംഗങ്ങളെ അദ്ദേഹം കടന്നാക്രമിക്കുന്നു. DMKക്കെതിരെ പാർട്ടി ഫണ്ട് ആരോപണം ജോസഫ് വിജയ് തൊടുത്തു. മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ വൈറൽ ആംഗ്യത്തെ വിജയ് അനുകരിച്ചത് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. DMK പാർട്ടി ഫണ്ടിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുകയാണ് എന്ന് ജോസഫ് വിജയുടെ ആരോപണം. ഞങ്ങൾ പൊതുപണം കൊള്ളയടിക്കില്ല, പുറത്തുവരുന്ന ഓരോ അഴിമതി കേസും കർശനമായി അന്വേഷിക്കുമെന്നും വിജയ് പറഞ്ഞു. ടാസ്മാക് വഴിയുള്ള 1600 കോടി രൂപയുടെ വരുമാന നഷ്ടം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വിജയ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യസ്ത ശൈലിയാണ് വിജയ് പുലർത്തുന്നത്. സാധാരണ രാഷ്ട്രീയ നേതാക്കൾ കൈക്കൂലി വാങ്ങുന്നതിൽ യാതൊരുവിധ ലുപ്തും കാട്ടാറില്ല തമിഴ്നാട്ടിൽ. എന്നാൽ വിജയ് മറ്റൊരു മുഖം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു. ജനകീയതയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. DMK നേതാവ് MK സ്റ്റാലിനെ കടന്നാക്രമിക്കുന്നതിൽ ഇപ്പോൾ പ്രത്യേക ബിരുദാണ് ജോസഫ് വിജയ് പുറത്തെടുക്കുന്നത്. കുളത്തൂർ മണ്ഡലത്തിൽ നേരിട്ട പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റാലിനെ ലക്ഷ്യമിട്ട് ഒരു സിനിമാ ശൈലി തന്നെയാണ് വിജയ് പുറത്തെടുത്തത്. മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും മകൻ ഉദയനിധി സ്റ്റാലിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു വിജയ്. മുൻ സർക്കാർ നടത്തിയ അഴിമതികൾ തൻ്റെ സർക്കാർ ആവർത്തിക്കില്ല എന്ന് വിജയ് ഉറപ്പിച്ചു പറഞ്ഞു. ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നവരെ വെറുതെ വിടില്ല. പ്രസംഗത്തിനിടയിൽ DMK അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിജയ് തൻ്റെ പ്രശസ്തമായ സിനിമാ സ്റ്റൈലിലേക്ക് മാറി. ഒരു കുട്ടിക്കഥ സൊല്ലട്ടുമാ. സ്പീക്കറുടെ അനുമതിയോടെയാണ് വിജയുടെ ഈ ചോദ്യം. ഒരു വൃദ്ധനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ സ്റ്റാലിനെയും ഉദയനിധിമാരനെയും പേരെടുത്തു പറയാതെ വിജയ് പരിഹസിച്ചു. ഒരു ഊരിൽ പ്രായമായ ഒരാൾ വെയിലടിക്കുന്നുവെന്ന് പറഞ്ഞ് കണ്ണിന് മുകളിൽ കൈവച്ചെന്തോ തിരഞ്ഞു നടക്കുന്നു. കൂടെയുണ്ടായിരുന്ന ചെറിയ പയ്യൻ എന്താണ് തേടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പെരിയവർ പറഞ്ഞു, നിന്റെ പിതാവ് ഇവിടെ എവിടെയോ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ കാണാനില്ല, എവിടെയാണ് നിന്റെ അച്ഛൻ? പ്രതിപക്ഷ നിരയെ നോക്കി വിജയ് പരിഹസിച്ചു. സ്വന്തം മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ട സ്റ്റാലിൻ്റെ അവസ്ഥയെയാണ് വിജയ് പരിഹസിച്ചത്. സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും നടന്നു പോകുന്ന രംഗം അവിടെ ചിലർ ഓർമ്മപ്പെടുത്തി. മുൻ സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രീയ കക്ഷിയുടെ പേരിൽ നടത്തിയ കൊള്ളകളൊക്കെ തിരിച്ചുപിടിച്ച് ഖജനാവിലേക്ക് ചേർക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ പണത്തിൽ നിന്ന് ഒരു പൈസ പോലും തൊടാൻ ആരെയും താൻ സമ്മതിക്കില്ല. DMK ഭരണകാലത്ത് ടാസ്മാക് വഴിയടക്കം നടന്ന ഫണ്ട് വെട്ടിക്കലുകളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. തമിഴ്നാടിൻ്റെ വികസനവും വളർച്ചയും മാത്രമാണ് തൻ്റെ ലക്ഷ്യം. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത മതേതര സർക്കാരായിരിക്കും തൻ്റേത്. തങ്ങൾ ആരുടെയും B ടീമായി മാറില്ല, ജനങ്ങളുടെ ടീം മാത്രമാണ് എന്ന് വിജയ് പറയുന്നു. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയോട് ആശയപരമായ എതിർപ്പുകൾ ഉണ്ടാകാം. എല്ലാ വിഷയത്തിലും കണ്ണടച്ച് കേന്ദ്രത്തെ എതിർക്കില്ല. സിനിമയിൽ നിന്ന് നേരിട്ട് മുഖ്യമന്ത്രി കസേരയിലെത്തിയ വിജയിയെ DMK അംഗങ്ങൾ പരിഹസിച്ചിരുന്നു. അതിന് വിജയ് കൃത്യമായ മറുപടി നൽകി. സാധാരണ നടനിൽ നിന്ന് തന്നെ പദവിയിലെത്തിച്ചത് തമിഴ് ജനതയുടെ പിന്തുണയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ തകർക്കാൻ ശത്രുക്കൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. വിജയ്ക്ക് ഒന്നും അറിയില്ല എന്നാണ് ഇവർ പരിഹസിക്കുന്നത്. എന്നാൽ വിജയ്ക്ക് അഴിമതി അറിയില്ല, ജനങ്ങളെ കൊള്ളയടിക്കാനും അറിയില്ല. തനിക്കും തൻ്റെ മന്ത്രിമാർക്കും ഭരണം അറിയില്ലെന്ന് ആക്ഷേപിക്കുന്നവർക്ക് മറുപടിയായി വിജയുടെ വാക്കുകൾ. ശരിയാണ്, എനിക്കറിയാത്ത പലതുമുണ്ട്. ജനങ്ങളുടെ പണം മോഷ്ടിക്കാൻ എനിക്കറിയില്ല. ടെൻഡർ തുക കൃത്രിമമായി ഉയർത്തി അഴിമതി നടത്താൻ എനിക്കറിയില്ല. ക്ഷേത്രങ്ങളിലെ പണം വകമാറ്റാൻ എനിക്കറിയില്ല. സാധാരണക്കാരുടെ സൗജന്യ ബസ് യാത്രയെ OC ബസ് എന്ന് വിളിച്ച് പരിഹസിക്കാനും എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ TVKയുടെ ഭരണം ഒരു പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നുവെന്നാണ് വിജയുടെ വാക്കുകൾ. നിയമസഭയിൽ തീപാർന്ന വാക്കുകൾ. മറുവശത്തിരിക്കുന്ന എതിർ MLA-മാർക്ക് മുഖപടച്ച മറുപടി. വിജയ് ഒരു വാക്ക് പറയുമ്പോൾ ഭരണപക്ഷ MLA-മാരുടെ നീണ്ട കരഘോഷം. വ്യത്യസ്തമാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിലെ കാഴ്ചകൾ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റിനെ കുറിച്ച് പുറത്തിറക്കിയ ധവളപത്രത്തെ ആധാരമാക്കിയായിരുന്നു വിജയുടെ അഴിമതി ആരോപണങ്ങൾ. DMK ഭരണകാലത്ത് പദവികൾ പണത്തിന് വിൽക്കുകയായിരുന്നുവെന്ന് വിജയ് പറഞ്ഞു. എന്നാൽ തൻ്റെ സർക്കാർ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ജനങ്ങളുടെ പണം കട്ടുപൊടിച്ച മുൻ ഭരണാധികാരികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പലവട്ടമാണ് വിജയ് തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. വെറും 40 ദിവസം മാത്രം പ്രായമുള്ള ഒരു സർക്കാരിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ലഹരി വ്യാപനവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും എങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് വിജയ് ചോദിച്ചു.
നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണം മുൻ ഭരണകൂടത്തിന്റെ വീഴ്ചകളാണെന്നും വിജയ് പറഞ്ഞു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തങ്ങൾ 2.0, 3.0 പതിപ്പുകളാണ് എന്ന് അവകാശപ്പെട്ടവരെ ജനങ്ങൾ വീട്ടിലിരുത്തി. ഇത് വെറും അഭിനേതാക്കളുടെ ഭരണമെന്ന DMK പരിഹാസത്തിന് യഥാർത്ഥ ഭരണം എന്താണ് എന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് വിജയുടെ മറുപടി. DMK ആസ്ഥാനത്ത് വെച്ച് കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം സ്റ്റാലിൻ ഒരു കയ്യാംഗ്യം കാട്ടി. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഈ കയ്യാംഗ്യമാണ് ഇപ്പോൾ വിജയ് അനുകരിച്ചത്. ഈ കയ്യാംഗ്യത്തെക്കുറിച്ച് സ്റ്റാലിൻ തന്നെ നേരത്തെ വിശദീകരണം നൽകിയിരുന്നു. ചർച്ചകൾ കഴിഞ്ഞോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതികരണം മാത്രമായിരുന്നു അതെന്നാണ് അന്ന് സ്റ്റാലിൻ പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ് അത്തരമൊരു ആംഗ്യം താൻ കാട്ടിയത്. സ്റ്റാലിൻ തീർന്നു എന്ന മട്ടിൽ വിജയുടെ ആംഗ്യം. ചുരുക്കത്തിൽ തമിഴ്നാട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയാണ് ജോസഫ് വിജയുടെ ജൈത്രയാത്ര. ഭരണരംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ജനങ്ങളുടെ പണം കട്ടുമുടിക്കില്ല എന്നതാണ് തുടക്കം മുതൽ വിജയുടെ പ്രഖ്യാപനം. ഈ കഴിഞ്ഞ ദിവസം വിജയുടെ 52ാം പിറന്നാൾ. ഈ അവസരത്തെക്കുറിച്ച് അമ്മ ശോഭ ചന്ദ്രശേഖർ ഒരു അഭിമുഖത്തിൽ ചിലതൊക്കെ തുറന്നു പറഞ്ഞു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം വിജയ് ആദ്യം തന്റെ പിതാവും പ്രശസ്ത സംവിധായകനുമായ S.A. ചന്ദ്രശേഖറിനോട് ചോദിച്ച ചോദ്യത്തെക്കുറിച്ചായിരുന്നു ശോഭയുടെ വാക്കുകൾ. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം വികാരാധീനമായ കുടുംബ മുഹൂർത്തത്തെക്കുറിച്ച് വിജയുടെ അമ്മ പറയുന്നത് ഇങ്ങനെ. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം വിജയ് ആദ്യം തന്റെ പിതാവും പ്രശസ്ത സംവിധായകനുമായ S.A. ചന്ദ്രശേഖറോട് ചോദിച്ചു, അച്ഛ, ഞാൻ അച്ഛൻ്റെ സ്വപ്നം പൂർത്തിയാക്കിയോ? ഈ മകൻ്റെ ചോദ്യത്തിന് മറുപടിയായി അച്ഛനൊന്ന് തലയാട്ടി. തൻ്റെ മകനായ വിജയ് ഈ ഉന്നത പദവിയിലെത്തുന്നത് കാണാൻ അദ്ദേഹം കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി സ്വപ്നം കാണുകയായിരുന്നുവെന്നാണ് ശോഭ പറഞ്ഞത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള യാത്ര. 2009 വിജയ് മക്കൾ ഇയക്കം രൂപീകരിച്ച കാലം മുതലേ S.A. ചന്ദ്രശേഖർ തൻ്റെ മകൻ്റെ രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ടു. സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് പരാജയപ്പെട്ടവരുടെ ഒട്ടനവധി ചരിത്രം. വിജയ് ഇത്തരമൊരു തീരുമാനമെടുത്തപ്പോൾ ആദ്യം കുടുംബത്തിന് വലിയ ആശങ്ക. എന്നാൽ തമിഴ്നാട്ടിലുടനീളമുള്ള വിജയുടെ ആരാധകരുടെ പിന്തുണ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമെന്ന് കുടുംബത്തിന് ആത്മവിശ്വാസം. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിരവധി വിമർശനങ്ങളും വിജയ്ക്ക് നേരെ ഉണ്ടായി എന്ന് ശോഭ പറഞ്ഞു. തമിഴ്നാട്ടിലെവിടെയും ഇപ്പോഴും വിജയ് തരംഗം തന്നെയാണ്. വിജയ്ക്കൊപ്പം കോൺഗ്രസും അങ്ങനെ കൂട്ടുചേർന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. പുതിയ കാഴ്ചകളാണ് തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് സ്റ്റാലിനിസം അസ്തമിച്ച ഈ നാളുകളിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.